ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധിയായ സംശയങ്ങൾക്ക് ഉത്തരം പറയുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഒട്ടേറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ അധ്യായത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സാറിന്, ഞാൻ എൻ്റെ പഴയ വീട് ഒന്ന് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിലവിൽ വാസ്തു നോക്കാതെയാണ് ഈ വീട് വെച്ചിട്ടുള്ളത്. നിലവിൽ ദോഷങ്ങൾ ഉള്ളതായി പറയുന്നു. ഈ ദോഷങ്ങളൊക്കെ മാറ്റി പുതുക്കിയെടുക്കുവാനാണ് പ്ലാൻ. എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം ചേർക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വീടിൻ്റെ ദർശനമായിട്ട് വരുന്നത് വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവർ പുതുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാതിലിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റ്, അതായത് കിഴക്കുവടക്ക് ഭാഗം തൊട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗം വരെയുള്ള നീളം എടുത്ത ശേഷം അതിൻ്റെ പകുതിക്ക് കിഴക്കുവടക്ക് ഭാഗത്തേക്ക് ഇവർക്ക് സ്ഥാനം കണ്ട് ഗേറ്റ് സ്ഥാപിക്കാവുന്നതാണ്. നിലവിൽ ഈ ഗേറ്റിൻ്റെ സ്ഥാനം നിൽക്കുന്നത് തെറ്റാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സാധാരണ നമ്മൾ വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടിന് നമ്മൾ ഗേറ്റ് കൊടുക്കാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവുമ്പം ഇവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് തീർച്ചയായും കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കിച്ചൺ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സാധാരണ നമ്മൾ അടുക്കള നമ്മൾ പ്ലാൻ ചെയ്യാറേ ഇല്ല. കാരണം അത് ഈസ്റ്റിലോട്ട് ദർശനമായാലും വെസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിലും നോർത്തിലോട്ടാണെങ്കിലും സൗത്തിലോട്ടാണെന്നുണ്ടെങ്കിലും ഏത് ദിക്കിനെ ഫേസ് ചെയ്യുന്ന വീടാണെങ്കിലും ഒരു കാരണവശാലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ നമ്മൾ കൊടുക്കാറില്ല. അപ്പം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ ഇവർക്ക് കിച്ചൺ ഇവർക്ക് സ്ഥാപിക്കാം. അതുപോലെ ഇവർ പുതിയ ചുറ്റളവിലേക്ക് ഇവർ നീട്ടിയെടുക്കുമ്പം ഒരു 150 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരും. അതായത് 81 കോലാണ്, 16 വിരൽ വരും. തിരുവാതിര നക്ഷത്രമാണ്, യൗവനത്തിലേക്ക് വരികയും ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു ദോഷങ്ങളും ഇല്ല. അതുപോലെ ഇവരുടെ മെയിൻ ഡോറ് മദ്യം വിട്ടിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ആക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങളാണ്. കാരണം ഇപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവരുടെ മെയിൻ വാതിലും കൊടുത്തിരിക്കുന്നത്, മെയിൻ ഗേറ്റും കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഇവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഇവർക്ക് നിലവിലൊരു കാർ പോർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവർക്ക് നിലവിൽ കാർ പോർച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടായതുകൊണ്ട് ഒന്നുകിൽ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് കാർ പോർച്ച് ചെയ്യാം, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് 2 തൂണ് മാത്രം കൊടുത്തിട്ട് ഷെയ്ഡ് പോലെ ആക്കിയിട്ട് ഇവർക്ക് കാർ പോർച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ സെൻട്രലായിട്ട് നമ്മൾ കാർ പോർച്ച് കൊടുക്കുകയാണെങ്കിൽ അത് 2 തൂണ് മാത്രമേ വരാവൂ. പക്ഷേ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവർ ഒരു കുളിമുറി ഇതിൻ്റെ നിലവിലായിട്ട് നിൽപ്പുണ്ട്. കാരണം വെച്ചാൽ യാതൊരു കാരണവശാലും നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല. അപ്പോൾ ഇവർ പുതുക്കി എടുക്കുന്ന സമയത്ത് ആ ടോയ്ലറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് ആ ഭാഗം മിറ്റമായിട്ട് കൂട്ടി ജോയിൻറ്റ് ചെയ്യുക. ആ ഭാഗത്ത് സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവ് ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് വാസ്തുവിൻ്റെ കംപ്ലൈൻ്റായിട്ട് ഇതിനകത്ത് കാണുന്നുള്ളൂ. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ബിസിനസ് പരമായിട്ടൊക്കെ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും. നമ്മൾ സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇപ്പോൾ പല ഡയറക്ഷനിൽ കുറച്ച് സ്റ്റൈലിൻ്റെ പുറകെ പോയിട്ട് ചിലപ്പോൾ കുറേയധികം വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടല്ലോ. അത്തരത്തിലൊരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അരുത് എന്ന് ഉപദേശിക്കത്തക്ക വിധത്തിലുള്ള എന്താണ് കയ്യിലുള്ളത്? ഇല്ല, ഇപ്പം എന്താ പറയുക, എനിക്ക് മാക്സിമം വരുന്നതൊക്കെ ഇപ്പോൾ ഒരു 4 സെൻറ്റ് അല്ലെ 5 സെൻറ്റ് സ്ഥലങ്ങളിൽ നിൽക്കത്തക്കോണുള്ള വീടുകളായിരിക്കാം നമുക്ക് വരിക. അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു സ്പേസ് പോലും നമുക്ക് വെറുതെ കളയാനില്ല. കാരണം ഒരു സൈഡിലായിട്ട് നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒത്തിരി ബ്ലാങ്ക് സ്പേസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അത് യാതൊരു ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വർക്ക് ഏരിയയോടൊക്കെ ചേർത്തായിരിക്കും നമ്മൾ സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുക, ചെറിയ സ്പേസ് ആണെങ്കിൽ. അപ്പോൾ അതിനടിഭാഗത്തായിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് റൂമായിട്ടോ സ്റ്റോർ ചെയ്യാനോ ഒക്കെ ഉള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലും നമ്മൾ താഴെ അധികം ഒറ്റ ലെവലിലുള്ള സ്റ്റെയർ കേസ് ആയിരിക്കും കൊടുക്കുക, ബാക്കിയെല്ലാം ഭിത്തിയെ കൂടെ പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ താഴെ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ആ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് ചെറിയ കബോർഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഷോ കേസ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് വരുന്ന പ്ലാനുകളിൽ കൂടുതലും ഇപ്പം ടൗൺ ഏരിയയിലൊക്കെ ഉള്ള 4 സെൻറ്റ് സ്ഥലങ്ങളും 5 സെൻറ്റ് സ്ഥലങ്ങളും ആയിരിക്കും. കുറച്ച് ഏരിയ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ചെറിയ ഏരിയയിലുള്ള പ്ലാൻ വരയ്ക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ അതിൻ്റെ വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് വാസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു 90% നമ്മൾ അതിനകത്ത് വരുത്തിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ചെറിയ സ്പേസ് ഉള്ള വീട് ചെയ്യുമ്പോൾ
കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. വലുതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, സ്റ്റെയർ കേസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ചെറിയ വീടാകുമ്പോൾ കുഴപ്പമില്ല, ഈ സ്റ്റെയർ കേസിൻ്റെ അടി വരുന്ന ഭാഗം പോലും നമുക്ക് ഒട്ടും സ്പേസ് കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പം വല്ല സ്റ്റോറേജ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോർ റൂമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ തേപ്പ് മുറിയായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പം മാക്സിമം വാസ്തുവിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. എത്രമാത്രം വാസ്തുവിൻ്റെ ഗുണഫലങ്ങൾ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. മാക്സിമം അപ്ലൈ ചെയ്യാവുന്നതിന് മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പം കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് തീർച്ചയായും കിട്ടും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് ലഭ്യമാകുവാൻ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ സമീപിക്കുക. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതുമ നിറഞ്ഞ മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.